ഞാൻ വടയക്ഷി. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ഇന്നലത്തെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് ലേറ്റ് ആയി. അതുകൊണ്ട് ഉച്ച വരെ അങ്ങോട്ട് കടന്നുറങ്ങി. ഉറങ്ങി എഴുന്നേറ്റ് ഉടനെ എനിക്കൊരു ബ്ലഡ് കോഫി നിർബന്ധം. ഇത്തവണ ഞാൻ ഓപ്പോസിറ്റീവ് ബ്ലഡിന്റെ കോഫി ഉണ്ടാക്കിയത്. പിന്നെ രാത്രി പാടാനുള്ള പാട്ട് ഞാൻ രാവിലെ പ്രാക്ടീസ് മനസ്സായി. പിന്നെ മുറ്റൊന്ന് അടിച്ചൊരി. അത് കഴിഞ്ഞിട്ട് ലാഫിംഗ് യോഗ ഒന്ന് പ്രാക്ടീസ് ചെയ്തു. ഇന്നലെ രാത്രി ഒച്ച എടുത്ത് പാടിയിട്ട് നല്ല തൊണ്ടവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ടൊന്ന് ഗാർഗിൾ ചെയ്തു. രാത്രി ഉറങ്ങാതെ അലഞ്ഞിരുന്ന് നടന്നിട്ട് കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് വന്നിട്ടുണ്ട്. അത് പോകാൻ വേണ്ടിയിട്ട് അലോവേരയുടെ ജെല്ല് യൂസ് ചെയ്തു. എനിക്ക് കൂടുതൽ ഇഷ്ടം വെള്ള ഡ്രസ്സുകളോടാണ്. പിന്നെ കല്യാണത്തിന് പോകുമ്പോൾ മാത്രം പാർട്ടി വെയർ യൂസ് ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ പണ്ടാറപ്പല്ല് പൊന്തിയത് വീണ്ടും ഞാൻ ശ്രദ്ധിച്ചത്. എനിക്കാണെങ്കിൽ ഇന്നൊരു ഡെന്റിസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അതിന് പോകാനുള്ള തേപ്പിലായിരുന്നു ഞാൻ. ഒഴിവ് സമയങ്ങളിൽ ഞാൻ റീൽസ് ഇരുന്ന് കാണും, അല്ലെങ്കിൽ വെറുതെ കറങ്ങി നടക്കും. ഷെഡ് ഇടാൻ മറന്നാലും ലിപ്സ്റ്റിക്കും സൺസ്ക്രീനും ഞാൻ ഒരിക്കലും ഇടാൻ മറക്കില്ല. അങ്ങനെ ഞാൻ ദന്താശുപത്രിയിലെത്തി. ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ സിസ്റ്റർ അവിടുത്തെ നിലം തുടക്കുകയായിരുന്നു. നിലത്ത് ചെളിയാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിലം തൊടാതെ മാറിയിട്ടാണ് ഡോക്ടറെ കാണാൻ പോയത്. ഡോക്ടർ അപ്പോൾ ഉന്തും ഉന്തി വരുന്നുണ്ടായിരുന്നു. ഞാൻ എന്റെ പല്ലിന്റെ പ്രശ്നങ്ങളൊക്കെ ഡോക്ടറോട് പറഞ്ഞു. ഇതൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആണെന്നും ഇപ്പോഴത്തെ പ്രേതങ്ങളെല്ലാം പല്ല അടിപൊളിയാണെന്നും പറഞ്ഞു. അത് കേട്ടപാടെ ഡോക്ടറിന്റെ 2 കോൺട്രബലും കട്ട് ചെയ്തിട്ട് പ്രിസ്റ്റിന്റെ ക്ലിയർ അലൈനേഴ്സ് എനിക്ക് റെക്കമെൻഡ് ചെയ്തു. നിങ്ങൾ പേഷ്യൻസിനെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ വടയുമായി വരാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർക്ക് ഒരു വടയും കൊടുത്തിട്ട് പോകുന്ന വഴിക്ക് സിസ്റ്ററിന്റെ ചോരയെ ഊറ്റി കുടിച്ചിട്ട് ഞാൻ പാറിപ്പോയി.